ജനവാസ മേഖലകളിൽ നിന്നും കാട്ടാനകളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്ന അധികൃതർ ആവർത്തിക്കുമ്പോഴും മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടാന ശല്യം തുടരുകയാണ്. കടലാർ ഈസ്റ്റ് ഡിവിഷനിൽ കാട്ടുകൊമ്പൻ പടയപ്പ റേഷൻ കട തകർത്ത് അരി തിന്നു. ചൊക്കനാട് മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം പ്രദേശത്തെ ക്ഷേത്രത്തിന് കേടുപാടുകൾ വരുത്തി. ജനവാസ മേഖലകളിൽ സ്വൈര്യവിഹാരം നടത്തുന്ന കാട്ടാനകളെ തുരത്താൻ നടപടിയുണ്ടാകുമെന്ന് അധികൃതർ ആവർത്തിക്കുകയാണ്. പക്ഷേ മൂന്നാറിലെ തോട്ടം മേഖലകളിൽ കാട്ടാന ശല്യത്തിന് അവസാനമില്ല. കഴിഞ്ഞ രാത്രി കടലാർ ഈസ്റ്റ് ഡിവിഷനിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ പടയപ്പ പ്രദേശത്തെ റേഷൻ കട തകർത്ത് റേഷൻ സാധനങ്ങൾ ഭക്ഷിച്ചു. ചൊക്കനാട് മേഖലയിലും കാട്ടാനയാക്രമണമുണ്ടായി. കൂട്ടമായി ഇറങ്ങിയ കാട്ടാനകൾ പ്രദേശത്തെ ക്ഷേത്രത്തിന് കേടുപാടുകൾ വരുത്തി. பொதுமக்களுக்குள்ள பொருட்களை எல்லாம் காட்டு மிருகங்கள் வந்து சேதப்படுத்துது. இது மூணாவது கோயில். எங்களுக்கு ஃபஸ்ட்டு காளிமங்கோயில் அடித்து, ரெண்டாவது கர்ஷாங்கோயில், இப்போ வந்து அம்மங்கோயில், വടക്കോൽശ്ശേരി അമ്മങ്കോയിൽ അടിച്ചിருக்கு. കാട് കയറാൻ കൂട്ടാക്കാതെ ജനവാസ മേഖലകളിൽ തമ്പടിച്ചിട്ടുള്ള കാട്ടാനകൾ ആളുകളുടെ ഉറക്കം കെടുത്തുകയാണ്. ഇരുൾ വീഴുന്നതോടെ പ്രദേശവാസികൾ ഭീതിയോടെയാണ് പുറത്തിറങ്ങുന്നത്. വേനൽ കനക്കുന്നതോടെ കാട്ടാന ശല്യം വർദ്ധിക്കുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. ന്യൂസ് 18 മൂന്നാർ. വയനാട്ടിൽ നിന്നും ഇടുക്കിയിലെത്തിയ പ്രത്യേക RRT സംഘത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൂപ്പാറയിൽ തടഞ്ഞു. DCCയുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ തുടരുന്ന നിരാഹാര സമരത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിനിടെയാണ് RRT സംഘത്തെ തടഞ്ഞത്. പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ച് വാഹനം തടഞ്ഞ പ്രവർത്തകരെ പോലീസും കോൺഗ്രസ് നേതാക്കളും ചേർന്നാണ് ശാന്തരാക്കിയത്. കാട്ടാന പ്രശ്നത്തിൽ പരിഹാരം തേടി അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KS അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സമരത്തിന്റെ 8ാം ദിവസം ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് അരുണിനെ അറസ്റ്റ് ചെയ്തത്. ആശുപത്രിയിൽ സമരം തുടരുമെന്ന് അരുൺ പറഞ്ഞു. പൂപ്പാറയിൽ സമരപ്പന്തൽ DCC ജനറൽ സെക്രട്ടറി MV ജോയ് നിരാഹാര സമരം ആരംഭിച്ചു. കോതമംഗലം ചേലാട് വീട്ടുപറമ്പിൽ നിന്ന് വലിയൊരു പെരുമ്പാമ്പിനെ പിടികൂടി. പറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളാണ് ഇരവിഴുങ്ങിക്കിടക്കുന്ന പെരുമ്പാമ്പിനെ കണ്ടത്. കോതമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആവോലിച്ചാലിൽ നിന്നും പാമ്പ് പിടുത്ത വിദഗ്ധൻ CK വർഗീസ് എത്തി പാമ്പിനെ രക്ഷപ്പെടുത്തി ഉൾവനത്തിൽ തുറന്നുവിട്ടു. ഇതിന്റെ എത്ര ഇരട്ടി വലുപ്പമുള്ള സാധനത്തിനെ വിഴുങ്ങുന്നു നോക്കി. വണ്ടി കൊണ്ടുപോയി തരണം അവിടെ ഓഫീസിൽ. മതിയായ സാധനം എന്ന് പറഞ്ഞാൽ പള്ളിക്കൂടി കയറിപ്പോയത്. അതിന്റെ വാല് മറ്റേ തോമസേട്ട. കായംകുളത്ത് ബൈക്ക് യാത്രയ്ക്കിടെ കേബിൾ കഴുത്തിൽ ചുറ്റിയുണ്ടായ അപകടത്തിൽ വീട്ടമ്മ മരിച്ചു. കരുനാഗപ്പള്ളി ആദിനാട് സ്വദേശിനി ഉഷയാണ് മരിച്ചത്. റോഡിന് കുറുകെ കേബിൾ താഴ്ന്നു കിടന്നതാണ് അപകട കാരണം. ഇന്നലെ രാത്രി 10:30 എരുവ ക്ഷേത്രോത്സവം കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലാണ് അപകടം. ഭർത്താവ് വിജയനൊപ്പം സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഇടശ്ശേരി കവലയിൽ നിന്നുള്ള ഇടറോഡിൽ വെച്ചാണ് കേബിൾ ഉഷയുടെ കഴുത്തിൽ കുരുങ്ങിയത്. നിയന്ത്രണം വിട്ട വാഹനത്തിൽ നിന്ന് ഉഷ പിന്നിലേക്ക് തലയടിച്ച് വീഴുകയായിരുന്നു. ഉത്സവത്തോടനുബന്ധിച്ച് ഉയരമുള്ള കെട്ടുകാഴ്ചകളും പ്ലോട്ടുകളും റോഡിലൂടെ കൊണ്ടുപോയിരുന്നു. ഇതാകാം കേബിൾ പൊട്ടിവീണതിന് പിന്നിലെന്ന് നാട്ടുകാർ പറയുന്നു. കേബിളിന്റെ അലക്ഷ്യമായിട്ടുള്ള വിഷയമാണ് അപകടത്തിന് കാരണം. പല പ്രാവശ്യം കേബിളുകാരോട് ഇത് സംസാരിച്ചിട്ടുണ്ട്, അവർ പൊക്കി കെട്ടിയിട്ടില്ല. പക്ഷെ ഇന്നലെ ആ സാധനം തിരിച്ചു കൊണ്ടുപോയപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്. ഘോഷയാത്രയോടനുബന്ധിച്ച് സ്ഥലത്തെ വൈദ്യുതി വിച്ഛേദിച്ചതും റോഡിലെ കേബിൾ കാണാതെ പോകുന്നതിന് ഇടയാക്കി. ന്യൂസ് 18 ആലപ്പുഴ. ബോക്കോ ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം മോഷ്ടിച്ചയാൾ പിടിയിൽ. തിരുവനന്തപുരം പവർ ഹൗസ് ഔട്ട്ലെറ്റിലാണ് മോഷണം നടത്തിയത്. വലിയശാല സ്വദേശി മണികണ്ഠനാണ് പിടിയിലായത്. ഇയാൾ പല തവണയായി 30,000-ഓളം രൂപയുടെ മദ്യമാണ് മോഷ്ടിച്ചത്. ഇന്നലെ 8,000 രൂപ വിലയുള്ള മദ്യമാണ് മോഷ്ടിച്ചത്. ഔട്ട്ലെറ്റിലെ തിരക്ക് മറയാക്കിയായിരുന്നു മോഷണം. കോഴിക്കോട് വടകരയ്ക്കടുത്ത ഏറാമലയിൽ പോലീസുകാരന് കുത്തേറ്റു. ഏറാമല മുണ്ടോളിൽ ക്ഷേത്രോത്സവത്തിൽ ചീട്ടുകളി പിടികൂടാനെത്തിയ പോലീസ് സംഘത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥൻ അഖിലേഷിനാണ് കുത്തേറ്റത്. പരിക്കേറ്റ ഇദ്ദേഹത്തെ കോഴിക്കോട്ടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉത്സവത്തിനിടെ പണം വച്ചു ചീട്ടുകളിയും ചട്ടികളിയും നടക്കുന്ന വിവരം നാട്ടുകാർ വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഘം എത്തിയത്. കുത്തിയ പ്രതിയെ ഒരു സംഘം ബലമായി മോചിപ്പിച്ചു. പ്രതിയെ തിരിച്ചറിഞ്ഞതായി എടച്ചേരി പോലീസ് അറിയിച്ചു. എറണാകുളം മരടിൽ പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത സംഭവത്തിൽ നടപടികൾ കർശനമാക്കി നഗരസഭ. മത്സ്യം കൊണ്ടുവന്ന കണ്ടെയ്നർ ലോറികൾ നഗരസഭ പിടിച്ചെടുത്തു. ഉടമകൾ എത്താതെ വാഹനം വിട്ടുകൊടുക്കില്ലെന്ന് നഗരസഭ വ്യക്തമാക്കി.
പിടിച്ചെടുത്ത 2 വാഹനങ്ങളും നഗരസഭയുടെ ഓഫീസ് കോമ്പൗണ്ടിലേക്ക് മാറ്റി. വാഹനത്തിന്റെ ഉടമകളെ പോലീസ് വഴി ബന്ധപ്പെടുകയും ഇവരോട് നേരിട്ട് നഗരസഭാ ഓഫീസിൽ എത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും ലോറിയിലെ ജീവനക്കാരെ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ പിടിച്ചെടുത്ത മത്സ്യങ്ങൾ മുഴുവനും നഗരസഭയുടെ നേതൃത്വത്തിൽ കുഴിച്ചുമൂടി. ചീഞ്ഞളിഞ്ഞ മത്സ്യങ്ങൾ വിൽക്കാൻ ശ്രമിച്ചവർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്നും നഗരസഭയുടെ നേതൃത്വത്തിൽ പരിശോധനകൾ കർശനമാക്കുമെന്നും ചെയർമാൻ ആന്റണി ആശാൻപറമ്പിൽ അറിയിച്ചു. ഇന്നലെ ഉണ്ടായിട്ടുള്ള മുഴുവൻ നഷ്ടവും നഗരസഭയ്ക്ക് ചെലവായിട്ടുള്ള പൈസ മുഴുവൻ ഇവരിൽ നിന്ന് ഈടാക്കും. അതുപോലെ അലക്ഷ്യമായി ഇങ്ങനെ വാഹനം നഗരസഭയുടെ പരിസരത്ത് ഇട്ടതിനുള്ള ഫൈൻ അതുമായി ബന്ധപ്പെട്ട് ഈടാക്കുകയും മറ്റ് ഫുഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതല്ലെങ്കിൽ മരട് പോലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾക്ക് ഇതിനുശേഷം മരട് നഗരസഭയുടെ വാഹനം വിട്ടുകൊടുക്കും. സംഭവത്തെക്കുറിച്ച് ഭക്ഷ്യസുരക്ഷാ വിഭാഗവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു പരിശോധനയും കൂടാതെ ശീതീകരണ സംവിധാനമില്ലാത്ത കണ്ടെയ്നറുകളിൽ മത്സ്യം കൊച്ചി വരെ എങ്ങനെ എത്തി എന്നതും അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് മണ്ണാർക്കാട് തത്തേങ്ങലത്ത് വീണ്ടും പുലി ഇറങ്ങി. ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി ആടിനെ ആക്രമിച്ചു. തത്തേങ്ങലം സ്വദേശി ഹരിദാസിന്റെ ആടിനെയാണ് ആക്രമിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 17 ടൺ റേഷനരി കുമളിയിൽ പിടികൂടി. കേരളത്തിലേക്ക് വൻതോതിൽ റേഷനരി കടത്തുന്നുണ്ടെന്ന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അരി കടത്തിയ 2 പേരെയും പിടികൂടിയത്. ലോറി ഡ്രൈവർ പാലക്കാട് സ്വദേശി ജോണി, റൈസ് മിൽ ഉടമ ശ്രീനിവാസൻ എന്നിവരെയാണ് തമിഴ്നാട് ഫുഡ് സേഫ്റ്റി സെൽ വിഭാഗം അധികൃതരും പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. 50 കിലോ വീതമുള്ള 340 ചാക്കിലാണ് അരി സൂക്ഷിച്ചിരുന്നത്. പിടിച്ചെടുത്ത അരി ഉത്തമപാളയം സിവിൽ സപ്ലൈസ് അധികൃതർക്ക് കൈമാറി. പീഡനക്കേസിൽ ഒളിവിൽ കഴിഞ്ഞു വന്ന പ്രതിയെ കൊല്ലം കടക്കൽ പോലീസ് പിടികൂടി. വയല ലക്ഷമേട് സ്വദേശി സതീഷാണ് പിടിയിലായത്. ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോവുകയായിരുന്നു. 15 വർഷത്തിനു ശേഷമാണ് കടക്കൽ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ കോറോം മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ഒരുക്കിയ പ്രവേശന കവാടം ശ്രദ്ധേയമാകുന്നു. മുച്ചിലോട്ട് ഭഗവതിയുടെ ഐതിഹ്യ പെരുമയുമായി ബന്ധപ്പെട്ട മനോഹര കാഴ്ചയാണ് കവാടത്തിൽ ഒരുക്കിയിട്ടുള്ളത്. പൂർണ്ണമായും പ്രകൃതിദത്തമായ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചാണ് കവാടം ഒരുക്കിയത്. മധ്യഭാഗത്തായുള്ള മണിക്കിണറാണ് പ്രധാന ആകർഷണം. കവാടത്തിന്റെ മുകളിൽ മണിക്കിണറിന്റെ അതേ വലിപ്പമുള്ള വൃത്തത്തിലൂടെയുള്ള ആകാശക്കാഴ്ച, അർദ്ധവൃത്താകൃതിയിലുള്ള ദേവിയുടെ തിരുമുടി, താഴെ മണിക്കിണറിലേക്ക് നോക്കുമ്പോൾ തിരുമുടി ദർശനത്തിന്റെ നിഴൽ രൂപം. പ്രശസ്ത കലാകാരൻ ജയൻ പാലറ്റാണ് കവാടത്തിന്റെ മുഖ്യശില്പി. മണിക്കിണറിന്റെ മധ്യഭാഗത്തേക്ക് നമ്മളൊരു തുരങ്കം ഉണ്ടാക്കി പോയി. ആ മധ്യഭാഗത്തു നിന്നുള്ളൊരു കാഴ്ച അതാണ് നമ്മൾ അവിടെ ചെയ്തത്. അതായത് കിണറിന്റെ മധ്യഭാഗത്ത് എത്തിയാൽ താഴെ വെള്ളത്തിൽ തമ്പുരാട്ടിയുടെ പ്രതിബിംബം കാണും. അവിടുന്ന് മുകളിലോട്ട് നോക്കിയാൽ ആകാശ കാഴ്ചയായി തമ്പുരാട്ടിയെ കാണും. ഈ ഒരു സീനാണ് നമ്മൾ അവിടെ ചിത്രീകരിച്ചത്. ഇതിനു വേണ്ടി ചിത്രീകരിക്കാനുള്ള ഏറ്റവും കൂടുതൽ നമ്മൾ വിഷമിച്ചത് ഈ ഒരു തുരങ്കം ഒരു ഫീൽ ചെയ്യുന്ന തരത്തിൽ ഒരു 25 മീറ്റർ നീളമുള്ള ഒരു ഗുഹ നമ്മളവിടെ ഉണ്ടാക്കേണ്ടി വന്നു. ആ ഗുഹയുടെ താഴോട്ടും മേലോട്ടുമായിട്ടാണ് ഈ സംഭവം ചിത്രീകരിച്ചത്. കവാടത്തിന്റെ മുൻവശത്ത് തെങ്ങോലകൾ കൊണ്ട് മനോഹരമായി മെടഞ്ഞെടുത്ത ഗുഹാമുഖമാണ്. അകത്തേക്ക് കടക്കുന്ന കാഴ്ചക്കാരനെ വിസ്മയിപ്പിക്കുന്നതാണ് ഗുഹാഭിത്തികൾ. 20ഓളം കലാകാരന്മാർ ചേർന്നാണ് കവാടം നിർമ്മിച്ചത്. ന്യൂസ് 18 പയ്യന്നൂർ. തിരുവനന്തപുരം കിഴുവിലത്ത് ബിവറേജ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. കുറക്കട പെട്രോൾ പമ്പിന് സമീപത്താണ് ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് സ്ഥാപിക്കുന്നത്. ദേശീയപാതയിൽ കോരാണിയിൽ നിന്ന് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രധാന പാതയോരത്താണ് ഔട്ട്ലെറ്റിനായി സ്ഥലമെടുത്തത്. സമീപത്ത് നിരവധി വീടുകളും വിദ്യാലയവും ആരാധനാലയങ്ങളുമുണ്ട്. പ്രദേശത്ത് ബിവറേജസ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കുന്നതിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. വിവിധ രാഷ്ട്രീയ സാമുദായിക സംഘടനകൾ സമരത്തിന് പിന്തുണയറിയിച്ചു. സംയുക്ത സമരസമിതിയുടെ പൊതുയോഗം കൈലാത്തുകോണം വാർഡ് മെമ്പർ ഷീലയുടെ അധ്യക്ഷതയിൽ ചേർന്നു. കിഴുവിലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകണ്ഠൻ നായർ യോഗം ഉദ്ഘാടനം ചെയ്തു. അപകട സാധ്യത ഏറിയ വളവിലാണ് ബിവറേജസ് ഔട്ട്ലെറ്റ് ആരംഭിക്കാനുള്ള നീക്കമെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങൾ ശാന്തിയും സമാധാനവും സ്വസ്ഥമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് വഴി നടന്നു പോകാൻ ഇപ്പോൾ തന്നെ നമുക്ക് പറ്റുന്നില്ല. ഈ സമയത്ത് നമുക്ക് ഇവിടെ ഒരു ബിവറേജ് വന്നാൽ ഞങ്ങളെ കുട്ടികളെ കൊണ്ട് ഒരു 6 മണി കഴിഞ്ഞ് ഞങ്ങൾക്ക് വഴി നടക്കാൻ ഒക്കില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട്, ഞങ്ങൾ തൊട്ടടുത്തൊരു സ്കൂളുണ്ട്. ഈ സ്കൂളും ഈ കുട്ടികളും ഞങ്ങളുമായിട്ട് സ്വസ്ഥമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നത്. ആ സ്ഥലത്ത് ഇവിടെ ഒരു ബിവറേജിൻ്റെ ആവശ്യമില്ല. നമ്മളെ കൊച്ചു റോഡാണ് ഇത്. നമ്മളെ ഒരു ചെറിയ ഗ്രാമമാണ്. ഇവിടെ നമുക്ക് ഇപ്പോൾ വരെ നമ്മൾ ശാന്തി സമാധാനത്തിൽ ജീവിച്ചു പോവുകയാണ്. അപ്പം ഇതിവിടെ വന്നാൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു ഇതുമില്ല.
ബിവറേജസ് ഔട്ട്ലെറ്റ് വരുന്നത് സ്കൂളിന്റെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. കിഴുവിലം ഗ്രാമപഞ്ചായത്തിലെയോ സമീപ പഞ്ചായത്തുകളിലെയോ ജനവാസം കുറഞ്ഞ ഭാഗത്ത് ബിവറേജസ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കാൻ സ്ഥലം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം ആറാട്ടുകുഴി കലുങ്കുനട റോഡ് ഗതാഗതയോഗ്യമല്ലാതായിട്ട് വർഷങ്ങളായി. മലയോര ഹൈവേയും സംസ്ഥാന പാതകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് തകർന്നോടെ ദുരിതത്തിലായിരിക്കുകയാണ് നൂറുകണക്കിന് യാത്രക്കാർ. അമ്പൂരി, കുട്ടമല തുടങ്ങിയ മലയോര മേഖലകളിലേക്കും നെയ്യാർ, തൃപ്പരപ്പ്, ശിവലോകം, ചിറ്റാർ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും എത്തിച്ചേരാൻ യാത്രക്കാർ പ്രധാനമായി ആശ്രയിക്കുന്ന റോഡുകളിലൊന്നാണ് ഇത്. റോഡിലെ ടാറ് കാണാതായി കുഴികൾ രൂപപ്പെട്ടിട്ട് മാസങ്ങളായി. യാത്ര ദുഷ്കരമാണിവിടെ. വെള്ളറട VPMHSS, ഉണ്ടൻകോട് ഹയർ സെക്കൻഡറി സ്കൂൾ, ചാരുംകുഴി UPS, നെട്ട ഹൈസ്കൂൾ എന്നീ സ്ഥാപനങ്ങളിലേക്ക് ദിവസവും പോകുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളും വലിയ പ്രയാസത്തിലാണ്. പരാതികൾ പലത് നൽകിയിട്ടും ഫലമുണ്ടായില്ല. ഈ ഘട്ടത്തിൽ യാത്ര ചെയ്തു പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണിപ്പോൾ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അധികാരികൾ കണ്ണു തുറന്ന് ഈ റോഡിനെ സാധാരണ രീതിയിൽ യാത്രയ്ക്ക് അനുയോജ്യമായ രീതിയിൽ റോഡ് പണി ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. റോഡിന്റെ പുനർനിർമ്മാണത്തിനായി ഒരു നടപടിയും എടുക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. കാളിമല, കുരിശുമല തീർത്ഥാടന കാലങ്ങളിൽ പാറശാല, കളിയിക്കാവിള, നെയ്യാറ്റിങ്കര ഭാഗത്തു നിന്നുള്ളവർ തെരഞ്ഞെടുക്കുന്ന റോഡ് കൂടിയാണിത്. എന്തോന്ന് പറയാ, ആകെ ബുദ്ധിമുട്ടാണ്. റോഡ് മൊത്തം ദയനീയ അവസ്ഥയാണ്. റോഡിന്റെ അവസ്ഥ എന്നും മരണങ്ങളും ആക്സിഡന്റുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ്. തകർന്ന റോഡിൽ അപകടവും പതിവാണ്. ബുധനാഴ്ച കത്തിപ്പാറ സ്വദേശി സനൽ ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റതായിരുന്നു ഏറ്റവും ഒടുവിലത്തെ സംഭവം. മഴ പെയ്താൽ കുഴികളിൽ വെള്ളം നിറഞ്ഞ് കാൽനടക്കാർക്ക് പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാകും. അടിയന്തരമായി അധികൃതർ ഇടപെട്ട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയവർക്ക് കൂറ്റൻ കടലാമയെ ലഭിച്ചു. KV ഷക്കീറിന്റെ ഉടമസ്ഥതയിലുള്ള അസ്ലം മോൻ എന്ന ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ വലയിലാണ് 250 കിലോയോളം തൂക്കമുള്ള കടലാമ കുടുങ്ങിയത്. 300-400 മുട്ടയിടുന്ന വലിയ ആമയാണിത്. ഇതിനെ കടലിൽ തന്നെ പിന്നീട് നിക്ഷേപിച്ചു. റോഡ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതോടെ ദുരിതത്തിലായിരിക്കുകയാണ് കോഴിക്കോട് മുക്കം നഗരസഭയിലെ കുറ്റിപ്പാല, ചേന്നമംഗലൂർ നിവാസികൾ. റോഡിലെ പൊടിശല്യം മൂലം നിരന്തരം രോഗികളാവുകയാണ് ഇവിടുത്തെ നാട്ടുകാരെന്നും പരാതിയുണ്ട്. മുക്കം, കുറ്റിപ്പാല, ചേന്നമംഗലൂർ റോഡ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇതോടെ നാട്ടുകാരാണ് വലയുന്നത്. പൊടിശല്യമാണ് പ്രതിസന്ധി. 5 കിലോമീറ്റർ പ്രദേശത്തെ റോഡരികിൽ താമസിക്കുന്നവരും കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഏറെ ബുദ്ധിമുട്ടിലാണ്. അലർജിയും ത്വക്കുരോഗവും പതിവായതോടെ നാട്ടുകാർ ഓസിട്ട് റോഡ് നനച്ചാണ് പൊടിശല്യത്തിന് പരിഹാരം കാണുന്നത്. 2.5 കോടി രൂപ MLA ഫണ്ടും 30,000 രൂപ നഗരസഭാ ഫണ്ടും ചെലവഴിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. പൊടിശല്യത്തെക്കുറിച്ച് നിരവധി തവണ കരാർ കമ്പനി, നഗരസഭാ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ ഉൾപ്പെടെയുള്ളവരോട് പരാതിപ്പെട്ടിട്ടും കാര്യമുണ്ടായില്ല. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ജനങ്ങൾക്കൊന്നും ഇതിൽ നടക്കാൻ കഴിയുന്നില്ല. എത്രയോ സ്കൂൾ കുട്ടികളും സ്കൂൾ വാഹനങ്ങളും പോകുന്ന ഈ സ്ഥലത്ത് ഒരിക്കലും നനക്കുന്നുമില്ല, റോഡ് പണി തീർക്കുന്നുമില്ല. കുറേ ദിവസങ്ങളായി ഇങ്ങനെ നിൽക്കുന്നു. നിത്യം 2 നേരം ഞാൻ നനക്കുന്നതുകൊണ്ട് ഇവിടെ കുറച്ചൊരു സമാധാനമുണ്ട്. വേറെ എല്ലായിടത്തും ഇവിടെ മുക്കത്തേക്ക് പോകാൻ വയ്യ. മാസ്ക് ഇട്ടിട്ടും വേറെ ഇട്ടിട്ടും കാര്യമല്ല, എവിടെ ചെന്നിട്ടും കാര്യമല്ല, ഫുള്ള് പൊടിയാണ്. ഒരു നേരം വണ്ടി പോയെങ്കിൽ പോയി, ഇല്ലെങ്കിൽ ഇല്ല. ഈ ഭാഗത്തേക്കൊന്നും തീരെ നനക്കാൻ തന്നെ വണ്ടി വരില്ല. പേരിന് മാത്രം നനക്കും. അത് മാത്രമല്ല, ഇവർ സ്ലാബ് ചെയ്ത് സ്ലാബ് പോലും നനക്കുന്നില്ല. എൻ്റെ മുമ്പിലുള്ള സ്ലാബ് ഞാൻ നനക്കും, കാരണം എനിക്ക് കൂടി ആവശ്യമാണല്ലോ റോഡ് നന്നാവല്. വിദ്യാർത്ഥികളും ഇതുവഴി കടന്നുപോകാൻ ഏറെ പ്രയാസപ്പെടുന്നു. ഞാൻ കുറ്റിപ്പാലം തൊട്ട് ചേന്നമംഗലൂർ അങ്ങാടി ഏതാണ്ട് പിലാക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വരെ ഇവർ റോഡ് പണിൻ്റെ ഭാഗമായിട്ട് റോഡ് നിറയെ ഈ കരിങ്കല്ലിൻ്റെ പൊടി, കോറി വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടിയിട്ട് മനുഷ്യന്മാർക്ക് ഇവിടെ യാത്ര ചെയ്യാനോ അതല്ലെങ്കിൽ ഈ റോഡരികിൽ താമസിക്കുന്ന ആളുകളുടെ വീടുകളിൽ ഇത്തരത്തിൽ പൊടി പാറി എല്ലാ വീട്ടുകാർക്കും ചുമയും ജലദോഷവും അതുപോലെ കഫക്കെട്ടും ഉണ്ടായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥയുള്ളത്. മാത്രമല്ല, ഇവരോട് എന്ത് പറഞ്ഞാലും പേരിന് മാത്രം ഒരു നനവും നടത്തി ഇവരങ്ങോട്ട് പോകും. എത്രയും പെട്ടെന്ന് പ്രവൃത്തി പൂർത്തീകരിച്ച് സ്വസ്ഥമായി ജീവിക്കാൻ അവസരമൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മുക്കം. ഹൈറേഞ്ച് മേഖലയിൽ കാർഷിക വിളകൾക്ക് രോഗബാധ പിടികൂടുന്നു. കുരുമുളകിനും റബ്ബറിനും പുറമെ തെങ്ങുകൾക്കും രോഗം ബാധിക്കുന്നത് കർഷകർക്ക് തിരിച്ചടിയാവുകയാണ്.
കഞ്ഞിക്കുഴി, വാഴത്തോപ്പ്, മരിയാപുരം, വാത്തിക്കുടി പഞ്ചായത്തുകളിലെ 100 കണക്കിന് തെങ്ങുകളാണ് കീടബാധയേറ്റ് നശിച്ചത്. പല മരുന്നുകൾ അടിച്ചിട്ടും ഫലമില്ലെന്ന് കർഷകർ പറയുന്നു. കൂടുതൽ സ്ഥലത്തേക്ക് രോഗം വ്യാപിക്കുമോ എന്നാണ് കർഷകരുടെ ആശങ്ക. മഞ്ഞളിപ്പ് രോഗവും കീടബാധയും മൂലം ഹൈറേഞ്ചിലെ തെങ്ങ് കൃഷി നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ തെങ്ങ് കൃഷിയെ സംരക്ഷിക്കുന്ന രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ആനുകൂല്യം ഉണ്ടായില്ലെങ്കിൽ ഹൈറേഞ്ചിൽ നിന്ന് തെങ്ങ് കൃഷി പടിയിറങ്ങും. കുരുമുളകിന് പുറമെ തെങ്ങുകൾക്കും മഞ്ഞക്കളർ രോഗം ബാധിച്ചു. ഇതോടൊപ്പം കൂമ്പ് ചീയലും, തുടർന്ന് തെങ്ങിന്റെ മടലിടിഞ്ഞ് മുകൾ ഭാഗം പൂർണ്ണമായി ഉണങ്ങിപ്പോകും. മുൻകാലങ്ങളിൽ വീട്ടുപയോഗത്തിനു ശേഷം വലിയ തോതിൽ കർഷകർ തേങ്ങ ജില്ലയ്ക്ക് പുറത്തേക്ക് കയറ്റി അയച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നിത്യോപയോഗത്തിന് പോലും തമിഴ്നാട്ടിൽ നിന്നും തേങ്ങ വിലയ്ക്ക് വാങ്ങേണ്ട സ്ഥിതിയിലാണ് ഹൈറേഞ്ചിലെ പല കർഷകരും. നാളികേര വികസന ബോർഡിന്റെയും കൃഷി വകുപ്പിന്റെയുമെല്ലാം കാര്യമായ ശ്രദ്ധ ഉണ്ടായില്ലെങ്കിൽ കർഷകർ കൂടുതൽ ദുരിതത്തിലാകും. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം വളാഞ്ചേരിയിൽ ആടിനെ രക്ഷിക്കാനായി കിണറ്റിൽ ഇറങ്ങിയാൽ ശ്വാസം മുട്ടി മരിച്ചു. ആദവനാട് സ്വദേശി 65-കാരനായ രാജനാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. കിണറ്റിൽ ആട് വീണത് ശ്രദ്ധയിൽപ്പെട്ടതോടെ രക്ഷിക്കാനായി രാജൻ ഇറങ്ങുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തിരൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. കിണറ്റിൽ ശ്വാസം കിട്ടാതെ ഏറെ നേരം പ്രയാസപ്പെട്ടായിരുന്നു മരണം. ഒരു ചെറിയ ഇടവേളയിലേക്ക്. കാലിക്കറ്റ് ഇസ്ലാമിക് റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ വാർഷികാഘോഷം നടന്നു. സീനിയർ അനൗൺസർ രാധാകൃഷ്ണൻ ആഘോഷം ഉദ്ഘാടനം ചെയ്തു. നർത്തകി ഹൈസ ഫാത്തിമ മുഖ്യാതിഥിയായി. ഓരോ ദലവും ഒഴിഞ്ഞുപോയി, സൂര്യകാന്തിപ്പൂവു ഞാനിന്നും എന്റെ ഈ സൂര്യനെല്ലിക്കാട്ടിലേകയായി, പേടിപ്പെടുത്തുന്ന മൂളലായിന്നും ആ പേവിഷത്തുമ്പികൾ പാറിടുന്നു. പാതി വിരിഞ്ഞോരു മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും പ്രയോജനം ചെയ്യാത്ത ബഡ്ജറ്റാണ് സർക്കാരിൻ്റെതെന്ന് മുൻ MLA AK മണി. മൂന്നാറിൻ്റെ വികസനത്തിനായി പദ്ധതികളൊന്നും ബഡ്ജറ്റിലില്ലെന്നും AK മണി ആരോപിച്ചു. തോട്ടം തൊഴിലാളികളുടെ ലയത്തിൻ്റെ നവീകരണത്തിന് മാത്രമാണ് പരിഗണന നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ തുകയും അപര്യാപ്തമാണെന്നും AK മണി ആരോപിച്ചു.